എങ്ങനെയാണ് ആ മാതാവിന് ഇത് സഹിക്കാനായി കഴിയുന്നത്? സ്വന്തം മകൾ തൻ്റെ കൺമുമ്പിലൂടെ മരണത്തിലേക്ക് വീണുപോയത് ഏതുമ്മയുടെ കൽബാണ് തകർക്കാതിരിക്കുക? വീട്ടിലേക്കെത്താൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 5 കൂട്ടുകാരികൾ അവർ തങ്ങളുടെ കുശലം പറിച്ചിലുകളുമായി തങ്ങളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി അവരുടെ നേരെ ചെരിയുകയായിരുന്നു. ലോറി പാഞ്ഞെടുക്കുന്നത് ഒരു മിന്നായം പോലെ കണ്ട അതിലെ ഒരു കുട്ടി രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കൂടാതെ വേറെ 2 പേരും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പം മുതൽക്കേ ഒരുമിച്ച് കളിച്ചു വളർന്ന 7 പേര്. അവർ ഒരു ഗ്യാങ് ആയിരുന്നു. എല്ലായ്പ്പോഴും അവർ ഒന്നിച്ചായിരുന്നു. സ്കൂളിലേക്ക് പോകലും മടങ്ങലുമെല്ലാം. അന്ന് ആ ദിവസം പരീക്ഷ കഴിഞ്ഞ് 7 കുട്ടികളും വീട്ടിലേക്ക് ഒരുമിച്ച് തന്നെയായിരുന്നു പുറപ്പെട്ടത്. വരുന്ന വഴിക്ക് 5 പേർ കൂടി ഒരു കടയിൽ കയറി. ഇത് മറ്റു 2 പേർക്കും തീരെ ഇഷ്ടമായില്ല. അവർ അതാ പിണങ്ങി നിന്നു. അങ്ങനെ 5 മക്കളെയും വിട്ട് അവർ പിന്നിൽ നടന്നു. ഈ കാരണമാണ് ആ മക്കളുടെ ജീവൻ രക്ഷപ്പെടാനുണ്ടായ കാരണം. പാലക്കാട് പനയംപാടത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന സ്കൂൾ കുട്ടികളുടെ മുകളിലേക്ക് ചരക്ക് ലോറി മറിഞ്ഞത്. സംഭവത്തിൽ എതിരെ വന്ന ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വം നരഹത്യാ കുറ്റം ചുമത്തി. വൈക്കടവ് സ്വദേശിയായ പ്രജേഷിൻ്റെ നേരെയാണ് മനഃപൂർവ്വം നരഹത്യാ കുറ്റം ചുമത്തിയത്. തനിക്ക് പറ്റിയ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് പ്രജേഷ് പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഒരു ബൈക്ക് കുറുകെ ചാടിയെന്നും പക്ഷേ താനത് ശ്രദ്ധിക്കാതെ പോയപ്പോഴുള്ള പിഴവാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസിന് മൊഴി നൽകിയത്. സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. കൂടെയുണ്ടായിരുന്ന 4 പേരും അപകടത്തിൽപ്പെട്ടപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ന ഷിറിൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. മണ്ണാർക്കാട് വന്ന ലോറി നല്ല പാനിട്ട വന്നു. പാലക്കാട്ട് വന്ന് ലോറി മെല്ലെ വന്നു. അപ്പോൾ മണ്ണാർക്കാട് വരുന്ന ലോറി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ചെരിഞ്ഞു. ബ്രേക്ക് പിടിച്ചപ്പോൾ ഇതായിരിക്കും. ഞങ്ങൾ പെട്ടെന്ന് കണ്ടൊന്നുമില്ല, ഞാൻ പോലെ കണ്ടു. ഞാൻ ആ കുഴിക്ക് വീഴുമായിരുന്നു. അബ്ദുസലാമിന്റെ വീട്ടിലാണ് ഇവരെല്ലാവരും വന്ന് കൂടുക. ഇവരൊരു മുറിയാത്ത കുട്ടിക്കാലം 7 ആളുടെ ഗ്യാങ്ങാണ്. ഈ 7ൽ 2 കുട്ടികൾ ഇന്നലെ എന്ത് ചെയ്തു, ഇവർ 5 ആൾ കടയിൽ കയറി എന്തോ ഒന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് 2 ആളൊന്നും തെറ്റിമാറി നിന്നാണ്. അല്ലെങ്കിൽ ഈ 2 കുട്ടികളും കൂടെ ഇതിൽ പെടേണ്ട കുട്ടികളാണ്. രക്ഷപ്പെട്ടൊരു കുട്ടിയും ഇവരിൽ നിന്ന് പണങ്ങിയിട്ട് മാറി 2 കുട്ടികൾ.